ഹായ് മക്കളെ. അപ്പോഴമ്മ രാവിലെ എണീറ്റിട്ടുണ്ട്. ദാണ്ട് അമ്മ കുളിച്ചൊരുങ്ങി ചായ ഒക്കെ കുടിച്ച്. അപ്പോൾ ഇന്ന് വൃശ്ചിക വന്നല്ലേ, എല്ലാ മക്കളും രാവിലെ വൃശ്ചിക വന്നിട്ട് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയെന്ന് വിശ്വസിക്കുന്നു. പോയില്ലെങ്കിൽ എല്ലാവരും ഓടിപ്പോയി കുളിച്ച് അമ്പലത്തിൽ പോകണം കേട്ടോ. അപ്പോഴമ്മ ചായയൊക്കെ കുടിച്ചിട്ട് അമ്മ ഇന്ന് അമ്പലത്തിലോട്ട് പോവാണ്. നമ്മളിന്ന് മണ്ണാർശാലയിൽ പോവുകയാണ്. അപ്പോൾ അമ്മ ഓച്ചറയിൽ കയറുന്നുണ്ട്. അപ്പോൾ അമ്മ പോകുന്ന വഴിക്കല്ല കാഴ്ചകൾ കാണിച്ചു തരാം. പോയിട്ട് വരട്ടെ മക്കളെ. അമ്മ ഓച്ചറ അമ്പലത്തിൽ കയറി തൊഴുത് എന്നിട്ട് അതിപ്രശസ്തമായ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അമ്മ വന്നിട്ടുണ്ട്. ഇതാണ് ക്ഷേത്രം കണ്ടോ. അതിപ്രശസ്തമായ സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. മുരുകൻ്റെ ക്ഷേത്രമാണ്. ഭയങ്കര ശക്ത ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പ്രത്യേകത പറയുമ്പോൾ മയിലുണ്ട്. അമ്മ കാണിച്ചു തരാം. അതെ, ഈ കൂടെ അടച്ചിട്ടൊക്കെയാണ് കണ്ടോ. ഇതിനകത്ത് മയിലുണ്ട് കണ്ടോ. ഇതാണ് ഭഗവാന്റെ മയിലാണിത് കണ്ടോ. ഇതാണ് ഭഗവാന്റെ മയിൽ. ഈ മയിൽ കൂട്ടിനകത്ത് മയിലെല്ലാം അടച്ചിട്ടേക്കുകയാണ് കണ്ടോ. ഇനി ഇവിടെ വേറെ കാര്യമുണ്ട്. ഇവിടെ നല്ല അതിമനോഹരമായ ഇവിടെ മയിലിന് ആഹാരം കൊടുക്കരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വെളിയിൽ നിന്ന് സന്ദർശകരുടെ ആഹാരം സ്വീകരിക്കത്തില്ല. അപ്പോൾ ഇവിടെ സൂപ്പർ ആയ നല്ല അതിമനോഹരമായ ഒരു അമ്പലമാണ്. ഒരു പ്രാവശ്യം ഇവിടെ വരണം. ഇവിടെ നല്ല അതിപ്രശസ്തമായ പണ്ടത്തെ അന്നദാനപ്പുരയുണ്ട്. ഇവിടെ നല്ല അതിപ്രശസ്തമായ അന്നദാനപ്പുരയുണ്ട് കണ്ടോ. അടിപൊളി സൂപ്പർ പണ്ടത്തെ അന്നദാനപ്പുര. പിന്നെ ഇതിനകത്തോടെ ഒരു ചെറിയ വാതിലിതാ നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ നല്ല ഒരു സൂപ്പർ കുളമുണ്ട് കണ്ടോ. നമ്മൾ അടിപൊളി ഇതാ അമ്പലക്കളം കണ്ട. നല്ല സൂപ്പർ അമ്പലക്കളം കണ്ട. നല്ല പടിക്കെട്ടൊക്കെ ഉള്ളതാ കണ്ട. ഒരൊറ്റ പ്രാവശ്യം ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം ഈ അമ്പലത്തിൽ വരണം കേട്ടോ. മനോഹരമായ കുളമാണ് കണ്ടോ. ഇപ്പോഴേ സൂപ്പർ സ്ഥലം. ആ അമ്മ ഇവിടെ നിൽക്കാം. കണ്ടോ നല്ല പടിക്കെട്ടൊക്കെ. ഈ പടിക്കെട്ട് ഇറങ്ങിയാണ് അമ്പലക്കുളം നമുക്ക് കാലത്ത് കഴിയുന്നത്. പിന്നെ നോക്കട്ടെ അമ്മ പറ്റുമെങ്കിൽ അമ്മയൊന്ന് ഇറങ്ങി കാണിച്ചു തരാം. അതൊക്കെ കുഴപ്പമില്ല കണ്ടോ. കണ്ടോ ഇവിടെ തെറ്റലൊന്നുമില്ല. കണ്ടോ കണ്ടോ അടിപൊളി കുളമാണ് കണ്ടോ. അമ്മ ഈ കാലം കൂടെ കഴിയട്ടെ. ഈ കാലം കണ്ടോ നല്ല സൂപ്പർ സ്ഥലം കണ്ടോ. ഇതാണ് അമ്പലക്കുളം. ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം. നല്ല അടിപൊളിയാണ് ഇവിടുത്തെ അമ്പലക്കുളം. അപ്പോൾ അമ്മ അമ്പലക്കുളത്തിൽ കാലൊക്കെ കഴിയും കണ്ടോ. അപ്പം അമ്പലക്കുളം കണ്ടോ. അമ്മ മേൽക്കൂരയൊക്കെ കണ്ടോ. സൂപ്പറാണ് മക്കളെ കാണാൻ. അടിപൊളിയാണ്. ഓക്കെ കണ്ടോ സൂപ്പർ അമ്പലക്കുളം കണ്ടോ. സിനിമയിലൊക്കെ മാത്രമേ ഇതൊക്കെ അമ്പലക്കുളം ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് നമ്മളെ മനസ്സിനും നല്ലൊരു സുഖം കിട്ടുന്ന ഒരു വൈബാണ് ഈ അമ്പലത്തിൽ. അടിപൊളി. അപ്പോൾ അമ്മ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. നമുക്ക് അമ്പലത്തിൽ മണ്ണാർശാലയിലോട്ട് പോകണം. അപ്പോൾ ഇനി അമ്മ അവിടെ ചെന്നിട്ട് എല്ലാം കാണിച്ചു തരാം. അമ്മ അങ്ങനെ താണ്ടെ മണ്ണാർശാല ക്ഷേത്രത്തിൽ എത്തി. അപ്പോൾ ക്ഷേത്രത്തിൽ വന്നപ്പോൾ അമ്പലം അങ്ങ് അടച്ച് രാവിലെ ക്ഷേത്രത്തിൽ വന്നപ്പോൾ. അത് കാരണം ഇവിടെ നിന്ന് വൈകുന്നേരം ഭഗവാനെ കണ്ട് തൊഴുതൊക്കെ അമ്മ വീട്ടിൽ പോകുന്നുള്ളൂ. അത് കാരണം എന്താ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിലെ കാഴ്ചകളാണിതെല്ലാം കണ്ടോ. അടിപൊളി ക്ഷേത്രമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ കുളമൊക്കെ ഉണ്ട്. അമ്പലക്കുളമൊക്കെ ഉണ്ട്. അതെ ഇതാണ് അമ്പലക്കുളം കണ്ടോ. ഇതാണ് അമ്പലക്കുളം. അപ്പം അമ്മ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഇനി അമ്മ തൊഴുതിറങ്ങിയിട്ട് കാണിക്കാം. അമ്മ അങ്ങനെ താണ്ടെ മണ്ണാർശാല ക്ഷേത്രത്തിൽ എത്തി. അപ്പോൾ ക്ഷേത്രത്തിൽ വന്നപ്പോൾ അമ്പലം അങ്ങ് അടച്ച് രാവിലെ ക്ഷേത്രത്തിൽ വന്നപ്പോൾ. അത് കാരണം ഇവിടെ നിന്ന് വൈകുന്നേരം ഭഗവാനെ കണ്ട് തൊഴുതൊക്കെ അമ്മ വീട്ടിൽ പോകുന്നുള്ളൂ. അത് കാരണം എന്താ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിലെ കാഴ്ചകളാണിതെല്ലാം കണ്ടോ. അടിപൊളി ക്ഷേത്രമാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ കുളമൊക്കെ ഉണ്ട്. അമ്പലക്കുളമൊക്കെ ഉണ്ട്. അതെ ഇതാണ് അമ്പലക്കുളം കണ്ടോ. ഇതാണ് അമ്പലക്കുളം. അമ്മ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഇനി അമ്മ തൊഴുതിറങ്ങിയിട്ട് കാണിക്കാം.